മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം SAP ക്യാമ്പിൽ ട്രെയിനി ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. RTPC ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ഈ ശ്രമം നടന്നത്. തിരുവനന്തപുരം വിതുര സ്വദേശിയാണ്. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് സംശയം. ഫസ്റ്റ് ഓൺ ജനം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പോലീസുകാർക്കിടയിൽ ആത്മഹത്യ പ്രവണത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലാണ് SAP ക്യാമ്പിൽ ട്രെയിനിയായിട്ട് അവിടെ പരിശീലനം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്. അതും ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ നീക്കമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. മറ്റു വിശദാംശങ്ങൾ പ്രശാന്ത്. വിനോദ്, ഇന്ന് രാവിലെ 6 മണിക്കും 6:15 ഇടയിലാണ് SAP ക്യാമ്പിൽ യുവ CPO ഉദ്യോഗസ്ഥൻ RTPC ട്രെയിനി ഉദ്യോഗസ്ഥനാണ് പ്രവേശിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വിതുര സ്വദേശിയാണ് ഈ ഉദ്യോഗസ്ഥൻ. മേലുദ്യോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വിതുര സ്വദേശിയാണ് ഈ ഉദ്യോഗസ്ഥൻ. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ ജോലിയിൽ ട്രെയിനിയായി പ്രവേശിച്ചത് 4 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ട്രെയിനി ഉദ്യോഗസ്ഥനാണ്, RTPC ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് SAP ക്യാമ്പിനുള്ളിലാണ് ഈ കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയ നിലയിൽ ഈ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ക്യാമ്പിലുള്ളവർ തന്നെ ഇടപെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പേരൂർക്കട പോലീസ് ഇപ്പോൾ ആശുപത്രിയിലെത്തി ഈ ഉദ്യോഗസ്ഥനെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമെന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത് എന്നാണ് അറിയുന്നത്. 6 മണിക്ക് ഇന്ന് പുലർച്ചെ 6 മണിക്കും 6:15 ഇടയിലാണ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയത്. പരിക്ക് നിലവിൽ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യം തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഇത് രഹസ്യമാക്കി വെക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പുറത്ത് ആരും അറിയാതെ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ വിഷയവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥർ തന്നെ അതീവ രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ക്യാമ്പിലാണ് ട്രെയിനി ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ അവരുടെ പീഡനം മൂലമാണ് ഈ ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.